ചെങ്കോട്ടയിലും ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് സ്ഫോടനം നടത്താൻ പാകിസ്ഥാന്റെ ലഷ്കർ ഇ തയ്യബ പദ്ധതിയിടുന്നതായി സുരക്ഷാ ഏജൻസികൾ പറഞ്ഞത്. IED ആക്രമണമാണ് തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിവരം. അപ്പൊ നമുക്ക് അത് ഒന്ന് കാര്യമായി തന്നെ പരിശോധിക്കാം. ജാഗ്രതയിൽ ചെങ്കോട്ട. ഇസ്ലാമാബാദിലെ പള്ളിയിൽ ഫെബ്രുവരി 6 നടന്ന ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം എന്നോണമാണ് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതെന്നാണ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തിൽ തീവ്രവാദ സംഘടനയായ ISIS അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തത്സമയമുണ്ട്. ശരത്, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ നവംബർ മാസം 10 ചെങ്കോട്ടയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണത്തിൽ 12 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് പിന്നാലെ പുതിയ ആക്രമണ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. ജാഗ്രതയിലാണോ ചെങ്കോട്ടയും രാജ്യ തലസ്ഥാനവും? പരിശോധനകൾ എങ്ങനെ പുരോഗമിക്കുന്നു ശരത്ത്? ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ശ്രീലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട സുരക്ഷാ ഏജൻസികൾ പറയുന്നില്ലെങ്കിൽ പോലും രണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ ഒന്ന് അമൃത്സറിലും അതേപോലെ ജമ്മു കാശ്മീരിലും കണ്ടെടുത്തു എന്നുള്ളതാണ്. IED ആണ്. ഈ രണ്ട് സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുക മാത്രമല്ല അത് നിർവീകരിക്കപ്പെടുകയും ചെയ്തു. ഇത് കാണുന്നത് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച IBക്ക് ലഭിച്ച മുന്നറിയിപ്പ് കാര്യമാണ് എന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് വളരെ കടുത്ത ജാഗ്രതയാണ്. അതേപോലെ തുർക്ക്മാൻ ഗേറ്റ് മുതൽ ജമാ മസ്ജിദ് വരെയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണ രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധന ഇന്ന് 11 മണിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ നമുക്കറിയാം AI സമ്മിറ്റ് നടക്കുകയാണ്, ഉച്ചകോടി നടക്കുമായിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഡൽഹിയും പരിസര പ്രദേശങ്ങളും. ആ സുരക്ഷാ ജാഗ്രത വീണ്ടും അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ്. ബാരിക്കേഡുകളൊന്നും മാറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം റംസാൻ മാസത്തിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത് അമ്പലങ്ങളിലാവാം, ചാന്ദിനി ചൗക്കിലുള്ള പുരാതനമായ ക്ഷേത്രത്തിലാവാം എന്നാണ് ഒരു സുരക്ഷാ സൂചന ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ നഗരങ്ങളിൽ, ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ക്ഷേത്രങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു ആക്രമണം ലഷ്കർ എ തോയ്ബ ഡൽഹിയിൽ നടത്തും എന്നുള്ളത് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ ഭയപ്പെടുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്ലീപ്പർ സെല്ലുകൾക്ക് വേണ്ടിയുള്ള ഒരു പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും ജമ്മു കാശ്മീരിലും അതേപോലെ തന്നെ അമൃത്സറിലും അതീവ ജാഗ്രതയുണ്ട്. ഈ രണ്ട് സ്ഫോടക വസ്തു ശേഖരങ്ങൾ കൂടി കണ്ടെടുത്തോടുകൂടി രാജ്യത്ത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണെന്നാണ് സുരക്ഷാ ഏജൻസികൾ. ഇത് സംബന്ധിച്ച് ഡൽഹി പോലീസ് ഔദ്യോഗികപരമായിട്ട് തന്നെ ഈ സുരക്ഷാ നോട്ടീസ്, ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി, ഏതായാലും AI ഉച്ചകൂടി കഴിഞ്ഞു. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ സുരക്ഷാ വീഴ്ചയില്ല AI ഉച്ചകൂടി. പക്ഷേ ഈ റംസാൻ മാസത്തിലും അടുത്ത ശ്രാവണ മാസം, അതായത് ന്യൂ ഇയർ തുടങ്ങുകയാണ്. ആ ഭാഗങ്ങളിൽ കൂടി തന്നെ ഹോളിയും അതേപോലെ തന്നെ മറ്റു ആഘോഷങ്ങളും ദീപാവലിയും ഒക്കെ തന്നെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓക്കെ ശരത്, വ്യക്തമാണ്. അപ്പം ഡൽഹിയിൽ അതീവ ജാഗ്രതയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് AI ഉച്ചകോടി സമാപിച്ചതേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു മുന്നറിയിപ്പ്, സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പൊക്കെ വരുന്നത്, ഭീകരാക്രമണ മുന്നറിയിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം അതീവ ജാഗ്രതയിലുമാണ്, സുരക്ഷയിലുമാണ്.